നമസ്കാരം. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ടേംസാണ് ട്രയാങ്കിൾ, അല്ലേ? ചെറുപ്പം മുതലേ ഈ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്? ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, ഇതിനെന്താ പേര്? ഐസോസെലസ് ട്രയാങ്കിൾ, അല്ലേ? എന്താ അതിൻ്റെ പ്രത്യേകത? അതെ, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ വല്ല പ്രത്യേകത ഉണ്ടോ? എന്നിട്ട് പ്രത്യേകത? അതെ, ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സും വേറെ വേറെയാണ്. മൂന്ന് സൈഡ്സും ഈക്വൽ അല്ല, പല 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 സൈഡ്സാണ്. ഈ ഒരു സൈഡ് ആയിരിക്കില്ല, ഈ ഒരു സൈഡ് ഇതായിരിക്കില്ല, ഇത് മൂന്നിനും മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈഡ്സാണ്. അപ്പോൾ ഈ ടൈപ്പ് ട്രയാങ്കിൾസിന് നമ്മൾ എന്താ വിളിക്കുക? അതെ, സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി നിങ്ങൾക്ക് വല്ല ട്രയാങ്കിൾ അറിയും ഇതേപോലെ തന്നെ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഐസോസെലസ് ട്രയാങ്കിൾ, ഇപ്പോൾ സ്കെയിലിൻ. ഇതേപോലെ തന്നെ ഇതെന്താണത്? ഈ ഒരു ട്രയാങ്കിൾ എന്താണ്? അതെ, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അതിൽ തന്നെ ഉണ്ട്, അല്ലേ? ഈക്വൽ. എന്താ ഈക്വൽ? അതെ, ഈ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇക്വലേറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായെന്ന് വിചാരിക്കുന്നു. ഒരു കൃഷിക്കാരനുണ്ട്, ഒരു കൃഷിക്കാരനുണ്ട്, മീശ വെച്ചുള്ള കൃഷിക്കാരൻ. ഈ കൃഷിക്കാരന് ഒരു പറമ്പുണ്ട്, അവൻ്റെ പാഡി ഫീൽഡ്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അതെ, ഈക്വലായിട്ടുള്ള ഷേപ്പുള്ള ട്രയാങ്കിളാണ്. മൂന്ന് സൈഡ്സും ഈക്വലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയിടത്തിന്. ഈ സൈഡ് തന്നെയാണ് ഇത് മൂന്നും ഈക്വലായിട്ടുള്ള സൈഡ്സാണ്. ഈ കൃഷിക്കാരൻ്റെ ആഗ്രഹം എന്താണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പാഡി ഫീൽഡ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബേസ് എ, ഹൈറ്റ് എച്ച്, അല്ലേ? ഇങ്ങനെയല്ലേ പഠിച്ചോണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും? ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യം. നിങ്ങൾ നോക്കിയോ, ഈ ഒരു ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്? മൂന്ന് സൈഡും എ ആണ്, അതായത് മൂന്ന് സൈഡ്സും ഈക്വലാണ്. അപ്പം ഇതെന്തായിരിക്കും? അതെ, ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ് വരച്ചു. നിങ്ങൾക്കറിയാം, ഇത് എ ആണെങ്കിൽ, ഇത് മൊത്തം എ ആണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം എന്തായിരിക്കും? ഹാഫ് എ ആയിരിക്കും. ഇത് മൊത്തം എ ആണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ഹാഫ് എ ആയിരിക്കും. നിങ്ങളിവിടെ നോക്കിയേ, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ എവിടെ കണ്ടോ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതെ, പൈത്തഗോറസ് തിയറം നമുക്കിപ്പോൾ ഇവിടെ ഉപയോഗിക്കാം. ഞാൻ ഈ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഞാനിതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്, ഹൈറ്റ് മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അങ്ങനെയല്ലേ? അല്ലേ? അതായത് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എന്താ? ഹാഫ് എ ഹോൾ സ്ക്വയർ, ഇങ്ങനെയല്ലേ? ഒന്നുകൂടെ പറയാം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ഹൈപ്പോട്ടനൂസ് ഏതാ? എ അല്ലേ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഹാഫ് എ ഹോൾ സ്ക്വയർ. ഒന്നുകൂടി എഴുതുമ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഹാഫ് എ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 എ സ്ക്വയർ, അല്ലേ?
ഞാൻ അതിനെ എച്ച് സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എച്ച് സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ മൈനസ് 1/4 എ സ്ക്വയർ. അതായത് എച്ച് സ്ക്വയർ ഇസിക്കൽ ടു എന്തായിരിക്കും? എ സ്ക്വയർ മൈനസ് 1/4 എ സ്ക്വയർ എന്തായിരിക്കും? യെസ്, 3/4 എ സ്ക്വയർ. എച്ച് സ്ക്വയർ ഇസിക്കൽ ടു 3/4 എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? എച്ച് ഇസിക്കൽ ടു റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ? ഇതിൻ്റെ മൊത്തം റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? 3യുടെ റൂട്ട് √3/4ൻ്റെ റൂട്ട് 2 എ സ്ക്വയർ റൂട്ട് എ. ഇപ്പം എന്താ കിട്ടിയേ? ഹൈറ്റ് എത്ര കിട്ടിയേ? എച്ച് ഇസിക്കൽ ടു ഹൈറ്റ് എത്ര കിട്ടിയേ? എച്ച് ഇസിക്കൽ ടു √3/2 എ എന്ന് കിട്ടി അല്ലേ? ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഹൈറ്റ് കിട്ടി √3/2 എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷനില്ലേ, ട്രയാങ്കിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഹൈറ്റിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? എ അല്ലേ? എ ഇൻറ്റു ഹൈറ്റ് എത്രയാ? എവിടെയുണ്ട്? √3/2 എ നമ്മൾ കണ്ടുപിടിച്ചത്. √3/2 എ. ഇതങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഏരിയ ഇസിക്കൽ ടു എത്ര കിട്ടാ? ഹാഫ് ഇൻറ്റു √3/2 എത്രയാ? √3/2 ഇൻറ്റു 2 എത്രയാ? 4. എ ഇൻറ്റു എ എത്രയാ? എ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടിയേ? ഏരിയ ഓഫ് എൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇസിക്കൽ ടു √3/4 എ സ്ക്വയർ. മനസ്സിലായ? ഏരിയ ഓഫ് എൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇസിക്കൽ ടു √3/4 എ സ്ക്വയർ. √3/4 എ സ്ക്വയർ. ഐഡിയ കിട്ടിയില്ലേ? എച്ച് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എച്ച് ഇസിക്കൽ ടു √3/2 എ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ ഏരിയ ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഫോർമുലയിൽ എച്ചിന് പകരം ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. എന്താണ്? ഏരിയ ഇസിക്കൽ ടു എത്രയാ? √3/4 എ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളതേ ഇപ്പുറത്തുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ആദ്യം ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് എത്രയാണ്? √3/2 എ കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. എത്രയാണ്? ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇസിക്കൽ ടു √3/4 എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കൃഷിക്കാരനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങളത് ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയേ. എ ഇസിക്കൽ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? അതൊന്ന് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ എ ഇസിക്കൽ ടു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? അതും കണ്ടുപിടിക്കുക. ഈ ഇക്വലേറ്റർ ട്രയാങ്കിൾസിൻ്റെ ഈ രണ്ട് ഇക്വലേറ്റർ ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഇക്വേഷൻ ഏരിയ ഇസിക്കൽ ടു √3/4 എ സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അങ്ങനെയാണ് നമ്മൾ ആ കൃഷിക്കാരൻ്റെ ഇതിലേക്ക് എത്താണ്. കൃഷിക്കാരൻ്റെ ഹൈറ്റ്, അതായത് ഈ കൃഷിക്കാരൻ്റെ ഈ ഒരു ലാൻഡിൻ്റെ ഹൈറ്റ് 2√3 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കൃഷിക്കാരുടെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ പോവുക. ഹൈറ്റ് ഇസിക്കൽ ടു 2√3 മീറ്റർ. നമുക്ക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. ഹൈറ്റിൻ്റെ ഇക്വേഷൻ തൊട്ടാ √3/2 എ അല്ലേ? അതായത് ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 2√3 ഇസിക്കൽ ടു ഇക്വേഷൻ തൊട്ടാ √3/2 എ. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്താണ്ടാവുക? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകും. √3യും ക്യാൻസലായി പോവും. എ എത്ര കിട്ടാ? എ ഇസിക്കൽ ടു 4 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായില്ലേ? എച്ച് ഇസിക്കൽ ടു ഹൈറ്റ് തന്നിരിക്കുന്നത് 2√3 മീറ്റർ ആണ്. നമ്മൾ മറ്റേ ഇക്വേഷൻ ഇട്ട് കൊടുത്തത് എന്താ ഇക്വേഷൻ? √3/2 എ. എച്ച് ഇസിക്കൽ ടു √3/2 എയിൽ ഈ ഹൈറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് സൈഡ് കിട്ടി. സൈഡ് എത്ര? എ ഇസിക്കൽ ടു 4 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. എ ഇസിക്കൽ ടു 4 മീറ്റർ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏരിയയുടെ ഇക്വേഷൻ എത്രയാണ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ ഏരിയയുടെ ഇക്വേഷൻ ഇസിക്കൽ ടു √3/4 എ സ്ക്വയർ. ഇവിടെ എന്തിട്ടാ? 4 അല്ലേ? 4 സ്ക്വയർ. അതായത് √3/4 ഇൻറ്റു 4 സ്ക്വയർ എത്ര? 16. ഇത് രണ്ടും ക്യാൻസലായി പോകുമ്പോൾ എത്ര നമുക്ക് അവസാനം കിട്ടുക? ഏരിയ ഇസിക്കൽ ടു 4√3 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ കൃഷിക്കാരൻ്റെ
ഈ ഒരു പാഡി ഫീൽഡ്സിൻ്റെ ഏരിയ എത്രയാണ്? 4√3 മീറ്റർ സ്ക്വയർ. ഈ √3ക്ക് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഇത് നമുക്ക് കിട്ടും, ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് കണ്ടുപിടിച്ചോ. ഇവിടെ എത്ര തന്നോണ്ടേ? യെസ്, ഓരോ സൈഡും 4 മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ A=4 മീറ്റർ, നേരത്തെ പോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് അല്ലേ. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഇവിടെ ഹൈറ്റ് അല്ല തന്നോണ്ടേ, ഇവിടെ എന്താ തന്നോണ്ടേ? ഒരു സൈഡാണ് തന്നോണ്ടേ. അപ്പോൾ A=4 മീറ്റർ. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്താ? ഏരിയയുടെ ഫോർമുല √3/4 A² അല്ലേ. ഈ എക്ക് പകരം ഇവിടെ എന്താണ്? 4 മീറ്റർ. അതായത് A=√3/4 ഇൻറ്റു 4 × 4 അല്ലേ. 4² എത്രയാണ്? 16. ഞാനിത് ക്യാൻസലാക്കി പറയുമ്പോൾ എത്ര വരാം? ഏരിയ =4√3 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ട്രയാങ്കിളിൽ കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങൾ, 2 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈറ്റാണ്. ഹൈറ്റ് √3/2A. അതേപോലെ തന്നെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ √3/4 A². ഈ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ വെച്ച് ചോദിക്കുന്ന ഏത് ചോദ്യം നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 2 ചോദ്യം നിങ്ങളൊന്ന് കണക്കൂട്ടുക. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്ററുള്ള ഒരു റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ കണ്ടുപിടിക്കാണ് പറഞ്ഞു പോകുന്നത്. ഹെക്സഗൻ്റെ പ്രത്യേകം എന്തിട്ടാ? ഹെക്സഗൻ്റെ പ്രത്യേകം എന്താ? എത്ര സൈഡ് ഉണ്ട്? യെസ്, 6 സൈഡ് ഉണ്ട്. റെഗുലർ ഹെക്സഗണാണ് എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗൻ്റെ പ്രത്യേകം എന്തിട്ടാ? ഈ 6 നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ 6 ട്രയാങ്കിൾസും എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അതായത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും ഈ 6 അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ ഇത് ഈ ഒരു പീസ് ഞാൻ പിടിച്ചിട്ടു, ഒരു സൈഡ് 6. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇൻറ്റു 6 എന്ന് ഇട്ടാൽ നമുക്ക് ഈ റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ അതേപോലെ അങ്ങോട്ട് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.